ഒരു ദിവസം കാസർഗോഡ് നമ്മുടെ മംഗലാപുരത്ത് മുടിപ്പിൽ അഷ്റഫ് തങ്ങളുണ്ട്, ആദൂര് ഓർ എജു പാർക്ക് ഉണ്ട്. അവിടെ വേല കഴിഞ്ഞിട്ട് രാവിലെ കാസർഗോഡ് ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പം അതുകൊണ്ട് വീട്ടിൽ വന്ന് അങ്ങോട്ട് പോകാൻ കഴിയില്ല. പിന്നെ ആചാര്യ വിളിച്ചു. അപ്പം വിളിക്കുമ്പോൾ ഉപ്പർക്ക് അറിയാം അവിടെ താമസിക്കാനാണ്. മർഹബാന്ന്. അപ്പം അവിടെ പോയി അവിടെ താമസിച്ചിട്ട് രാവിലെ സുബഹിക്ക് അവിടെ നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ +2 പഠിക്കണ മോനുണ്ട്. അപ്പം ഞാൻ നിസ്കരിച്ചു. മുപ്പത് നമ്മൾ വേക്കിൽ അദ്ദേഹം കുട്ടിയും നിസ്കരിച്ചു. അപ്പം നിസ്കരിച്ചിട്ട് സലാം വീട്ടിട്ട് വേഗം ചായ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഖൈറാത്തുകളൊന്നും 2 കലാം ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ കൂട്ടത്തിൽ മൂപ്പര് പറയും നമ്മളെ ഖുറാത്തു സാദാത്ത് മഹാനവറുകളുടെ ദർജ അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ. ഖുറത്തു സാദാത്ത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയ വെളിച്ചം അള്ളാഹുവേ ദർജ ഏറ്റി കൊടുക്കണം റഹ്മാനെ. ഞാൻ പറഞ്ഞത് പറയും സംസാരിക്കണ കൂട്ടത്തിൽ ആചാര്യ പറഞ്ഞു, ഉസ്താദെ ഈ മൊബൈല് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചു പോയിനെങ്കിൽ കുറേ നന്നായി പോട്ടേന്നല്ലേ. എന്താ പറഞ്ഞേ? മൊബൈല് കണ്ടുപിടിക്കണതിന് മുമ്പ് നമ്മൾ മരിച്ചു പോയിനെങ്കിൽ കുറേ നന്നായി പോട്ടേനല്ലേ. ഇപ്പൊ തന്നെ നല്ല മനുഷ്യനാണ്. സത്യത്തിൽ നിങ്ങൾക്ക് തോന്നില്ല അങ്ങനെ? നിങ്ങൾ കൽബിനോട് ചോദിക്കൂ, ഈ സാധനം നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചു പോയെങ്കിൽ നമ്മൾ എത്ര സമയം നമുക്ക് ലാഭിക്കാമായിരുന്നു. നിങ്ങളെ കൽബ് പറയുന്നില്ലേ? എന്നിട്ട് മൂപ്പര് പറയാണ്, ഈ +2 പഠിക്കുന്ന മോനുണ്ടല്ലോ, ഇവനെ കാണിച്ചിട്ട് പറയാണ്, ഉസ്താദെ ഞാൻ ഇവൻ ഇതുവരെ മൊബൈൽ മേടിച്ചു കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് തക്ബീർ അല്ലാനാ തോന്നുന്നില്ല, ഇന്നാലില്ലാ ചൊല്ലാനാ. +2 പഠിക്കുന്ന വലിയ മോൻ, ആ മകന് വലിയ പൈസക്കാരനായ ആജിയാർ ഇതുവരെ മൊബൈൽ മേടിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ഈ കുട്ടിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, ഒന്നുകിൽ ബാപ്പയോട് ഈർഷ്യത, ഒരു ദേഷ്യം, അല്ലെങ്കിൽ ബാപ്പ വാങ്ങി കൊടുക്കുന്നില്ല എന്നതിന്റെ പുറമെ ഒരു ഉസ്താദിനോട് പറഞ്ഞിട്ട് വഷളാക്കിയ ഒരു എന്തെങ്കിലും ഒരു ടെൻഷൻ. അതൊന്നും ആ കുട്ടിക്കില്ല. സുസ്മേരവതനായ ആ കുട്ടി ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നു ആ കുട്ടി മഫന പൊട്ടനാണ്. അല്ലല്ല, +2 നല്ല ഉഷാറായിട്ട് പഠിക്കണം, അധികം A+ കിട്ടണ പൊന്നുമോന. അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവന് പഠിക്കാൻ സ്കൂളിലൊക്കെ പഠിക്കാനുണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ ഫോൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഭാര്യൻ്റെ ഫോൺ ഉപയോഗിക്കാം. സെൻട്രൽ ഹാളിൽ മേശന മുകളിൽ വെച്ചിട്ട് സ്കൂളിലൊക്കെ എഴുതിയെടുക്കാം. മറ്റു സ്വന്തമായിട്ട് ഇതുവരെ ഫോൺ വാങ്ങി കൊടുത്തിട്ടില്ല. അയാൾ സ്ഥാപനത്തൊക്കെ നല്ലോണം സഹായിക്കേണ്ട ആചാര, പിശുക്കനൊന്നുമല്ല. 10 iPhone ഒന്നിച്ച് മേടിച്ചു കൊടുക്കാൻ പൈസ ഉണ്ടായേക്ക്. എന്നിട്ടായി പറയുന്നത് ഫക്കീറല്ല, നമ്മളെ 2ാം ക്ലാസ് പഠിക്കുന്നവന്റെ കയ്യിൽ 2 മൊബൈല്. +2 അല്ല, വെറും 2 കാലി 2. ആ LKG പഠിക്കുന്ന മോനെ പറ്റി നമ്മൾ അഭിമാനം പറയാണ്. ഇവൻ എന്നെക്കാളും ഭയങ്കര, ഇവന്റെ മെമ്മറി. ഓ, എന്റെ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, നിങ്ങളാണ് കുട്ടികളെ മൊബൈലിന് അഡിക്റ്റ് ആക്കിയത്. നിങ്ങൾ ബേജാറൊന്നും ആകരുത്. അള്ളാഹു തആല നമുക്കൊക്കെ നല്ല ആഫിയത്തും റാഹത്തും നല്ല ഈമാനും നൽകട്ടെ. അള്ളാഹു ഈമാൻ നൽകട്ടെ. പെണ്ണുങ്ങളാണ് ഉമ്മമാരാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാല് പണിയെടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാവും. കരയണ കുട്ടിക്ക് മൊബൈൽ കൊണ്ട് കൊടുക്കും. സത്യത്തിൽ കുട്ടിക്ക് വിഷം കൊടുക്കാണ്. കൂടിപ്പോയോ? വിഷത്തേക്കാൾ കടുപ്പമുള്ളതാണിത്. ഇത്രയാ വലിയ റേഡിയേഷൻ ഇത്. ശാരീരികമായി തന്നെ ആരോഗ്യപരമായി തന്നെ വലിയ പ്രശ്നമാണ് മൊബൈല്, ചെറിയ മക്കൾക്ക് പ്രത്യേകിച്ചും. അതിന്റെ പുറമെ ഇതിന് അഡിക്റ്റ് ആവുകയാണ്. ഭക്ഷണം കഴിക്കൂലെന്ന് പറഞ്ഞിട്ട് കുട്ടി വാശി പിടിക്കാണ്, ഉമ്മമാര് മൊബൈൽ കൊടുക്കാണ്. ഭക്ഷണം കഴിക്കാത്ത കുട്ടിക്ക് മൊബൈല്, മോനെ വീഡിയോ റിയലിൽ ഓണാക്കി കൊടുത്താല് സുബ്ഹാനല്ലാഹ്, ഗൗസുല്ലാഹ് തങ്ങളെ കാലത്തുള്ള 5 റൊട്ടി പിള്ളേർ മുണ്ടാണ്ട് തിന്നും. ഇപ്പോഴത്തെ റൊട്ടിയല്ല, ഗൗസുല്ലാഹ് തങ്ങളെ കാലത്തുള്ള റൊട്ടിയില്ലേ ഉണങ്ങിയത്, ആ അത്ര കടുപ്പമുള്ള റൊട്ടി ഒരു കറിയില്ലാണ്ട് പിള്ളേർ കഴിക്കും. ഈ മൊബൈൽ കൊടുത്താൽ മതി. എത്രയാ പോയിന് എത്രയാ വന്നിന് ഒരു അഡ്രസ്സും ഇല്ല, പിള്ളേർക്ക് യാതൊരു മാറ്റവും ഇല്ല. നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്നില്ലേ? എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, കരളിന്റെ കഷ്ണങ്ങളായ ഉമ്മമാരോട്, എത്ര കുട്ടികൾ വാശി പിടിച്ച് കരഞ്ഞാലും മൊബൈൽ കൊടുക്കരുത്. കരഞ്ഞ കുട്ടികൾക്ക് സൗണ്ട് കുറച്ച് ഉഷാറാവും, കരയട്ടെ. വിശക്കുന്ന കുട്ടികൾ ഭക്ഷണം കഴിക്കും. അതിന് നിങ്ങൾ ഒരിക്കലും കുട്ടികൾക്ക് മൊബൈൽ കൊടുത്തിട്ട് ഭക്ഷണം കൊടുപ്പിക്കരുത്. ഇതൊരു നല്ല ഒരു അനുജന്റെ, അല്ലെങ്കിൽ ഒരു ആങ്ങളയുടെ, അല്ലെങ്കിൽ ഒരു മകന്റെ, ഒരു ഉസ്താദിന്റെ നസീഹത്തായി നിങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കണേ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, നമുക്ക് അല്ലാഹു തആല ഖൈർ നൽകട്ടെ. ഞാൻ പറയുന്നത്, ഈ മൊബൈൽ ഒരാളെ കയ്യിൽ കൊടുക്കൂ, സമയമില്ല എന്ന് പറഞ്ഞവൻ ചാടി എഴുന്നേറ്റിട്ട് പിന്നെയും എത്രേ സമയങ്ങളാണ് നഷ്ടപ്പെടുത്തി കളയുന്നത്. സുബ്ഹാന ജല്ലാ. അപ്പൊ ഉറക്കിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇതിനെല്ലാം മനുഷ്യന്മാര് സമയം കണ്ടെത്തുന്നുണ്ട്. എത്ര സമയങ്ങളാണ് കൊന്നുകളയുന്നത്. ഞാൻ എന്റെ സംസാരം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒരൊറ്റ ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. ഓ സഹോദരങ്ങളെ, നമ്മൾ ഏതായാലും ഉറങ്ങാൻ വേണ്ടി പോകല്ലേ? ഉറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് വാതൊന്നും ഇല്ലാതെ നമ്മൾ വീട്ടിൽ തന്നെയാണെങ്കിൽ, ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഉമ്മാക്കോ ചെറുപ്പക്കാരനോ നിങ്ങൾക്ക് പറയാനൊക്കുമോ? ഉറങ്ങാൻ പോകല്ലേ നമ്മള്? ഉറക്ക് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സന്തോഷമുള്ള സംഗതി കൂടിയാണ്.
എന്താണത്? പല മഹാന്മാരായ ആശിഖീങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ആശിഖീങ്ങളിൽ ചില ആളുകൾ പറഞ്ഞത് ഞങ്ങൾ ഉറക്ക് നഷ്ടപ്പെടുത്തി കളയുമായിരുന്നു, അള്ളാഹുവിനാണ് ഇബാദത്ത്, ഫുൾ ടൈം നമ്മൾ ഉറക്ക് നഷ്ടപ്പെടുത്തി കളയുമായിരുന്നു. പക്ഷേ ഈ ഉറക്കിലെങ്ങാനും മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നാലോ, തങ്ങൾ വന്നെങ്കിലോ എന്ന് കരുതിയിട്ടാണ്, തങ്ങളതിഥിയായാലോ വിരുന്നുകാരനായാലോ ആ പ്രതീക്ഷയിലാണ് ഉറങ്ങുന്നത്, ഒരല്പമെങ്കിലും ഉറങ്ങുന്നത് എന്ന് പറഞ്ഞ മഹാന്മാരില്ലേ. മൻ റആ വജ്ഹക യസ്അദ് യാ കരീമൽ വാലിദൈനി ഹൗദുക സ്വാഫിൽ മുബറദ് വിറുദുനാ യൗമൻ നുശൂരി. അള്ളാഹു നമുക്ക് നൽകിയ സന്തോഷം, നല്ല ജുമാഅത്ത് പള്ളി, പുതിയ പള്ളി. ഈ പള്ളിയുടെ മുറ്റത്ത് മഹാന്മാരുടെ ചാരത്ത് പരിശുദ്ധ ശഅബാനിന്റെ നല്ല ദിവസം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നല്ല ഖൽബ് തട്ടിയ ഒരു സലാം മനസ്സറിഞ്ഞ് ഉറക്കെ ചൊല്ലിക്കോ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. ചൊല്ല് യാ നബി സലാം. മുത്തായ തങ്ങളിലേക്ക് വളരെ ആദരവുള്ള തഹിയ്യത്താക്കണേ അല്ലാഹ്. വിശുദ്ധ ശഅബാനിന്റെ ബറാഅത്തിന്റെ നോമ്പ് കഴിഞ്ഞ് മുത്തുനബിയിലേക്ക് സലാത്തിന്റെ സലാമിന്റെ തഹിയ്യത്തിന്റെ വാതിലുകൾ ഇങ്ങനെ തുറന്നു. മലക്കുകൾ ഇങ്ങനെ കോടിക്കണക്കായ ഇബാദിന്റെ സ്വലാത്തുകളും സലാമും സമ്മാനമായി കൈമാറുമ്പോൾ പാവപ്പെട്ട സാധുക്കളായ ഞങ്ങൾ ഇവിടെ മഹാന്മാരെ ചാരത്തൊരുമിച്ചുകൂടി ഒരു ചെറിയ ഹദിയ നൽകിയതാണ് അല്ലാഹ്. അത് വളരെ ആദരവോടെ തങ്ങളിലേക്ക് സമർപ്പിക്കണേ അല്ലാഹ്. തങ്ങൾ സലാം മടക്കുന്നവരിൽ, തങ്ങൾ പരിഗണിക്കുന്നവരിൽ, തങ്ങളൊന്ന് ചേർത്തു പിടിക്കുന്നവരിൽ, തങ്ങളെ സന്തോഷിപ്പിക്കുന്നവരിൽ സാധുക്കളായ ഞങ്ങളെ ഒന്ന് പെടുത്തി തരണേ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. മൻ റആ വജ്ഹക യസ്അദ്, ഓ നബിയേ തങ്ങളെ കാണുന്നവർ വിജയിക്കുന്നവരാണ്. ഉറങ്ങിയിട്ട് എത്രയാളെയാ കാണുന്ന, കുഴിയിൽ പോയിട്ട് വീഴുന്ന ചിലയാള്, സുബ്ഹാനല്ലാഹ് ഫ്ലൈറ്റ് പറത്തുന്ന ചിലയാള്, കാർ ഓടിക്കാൻ ഇതുവരെ ലൈസൻസ് കിട്ടിയിട്ടില്ല, വണ്ടിയിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ടില്ല, പക്ഷെ എന്നാലും ഉറക്കിൽ ഇങ്ങനെ കാർ ഓടിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് ഉറങ്ങുമ്പോൾ കാണുന്നത്. പക്ഷേ കാണേണ്ട ആളെ ഇതുവരെ കണ്ടിട്ടുണ്ടോ? നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ലൈതനി ഖസ്വനി ബിറുയതി വജ്ഹിൻ സാല അൻ കുല്ലി മൻ റആഹു അശ്ഖാഉ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ എൻ്റെ റബ്ബേ എന്നെ ഒന്ന് പ്രത്യേകമായി തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സാല അൻ കുല്ലി മൻ റആഹു അശ്ഖാഉ. ആ തങ്ങളെ കണ്ടാൽ പിന്നെ പരാജയമില്ലല്ലോ. ഇഷ്ക് കൊണ്ട് കടൽ തീർത്ത ഇമാം ബുസൂരി തങ്ങളുടെ ഖസീദത്തുൽ ഹംസിയ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ഒന്ന് ആശ വെച്ചൂടെ ഉമ്മമാരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബിന്റെ ഉള്ളിലൊന്ന് കുടിയിരുത്തിക്കൂടെ ചെറുപ്പക്കാരെ? നമുക്ക് വേണ്ടി ദുനിയാവിന്റെ സൗഭാഗ്യങ്ങളെല്ലാം ത്യജിച്ച നേതാവല്ലയോ? സങ്കടങ്ങളെല്ലാം, എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തോട് ചേർത്തു വെച്ചിട്ട് നമുക്ക് വേണ്ടി ജീവിച്ച നേതാവല്ലയോ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഉദാഹരണം പറയാം. തങ്ങൾ പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. മുത്തുനബി പറയാണ്, ഓരോ നബിമാർക്കും അല്ലാഹു തആല ഇജാബത്ത് റെഡിയുള്ള ഒരു ദുആ കൊടുത്തിട്ടുണ്ട്. നബിമാരുടെ ദുആക്ക് ഇജാബത്തില്ലെങ്കിൽ പിന്നെ ആർക്കാ ഇജാബത്ത് ഉണ്ടാകുക? നബിമാരുടെ ദുആക്ക് ഇജാബത്ത് റെഡിയല്ലേ?
അതുറപ്പാണ്. പിന്നെ ഈ ദുആന്റെ പ്രത്യേകത എന്താണ്? അത്ര കർശനമാണത്, അത്ര ബഹുമാനമുള്ള ദുആ. എന്താണോ ചോദിക്കുക അത് കിട്ടും. അത്ര പവറുള്ള ഒരു ദുആ ഓരോ നബിമാർക്കും പ്രത്യേകമായി അല്ലാഹു തആല ഓഫറാക്കി. തങ്ങൾ പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓരോ നബിമാരും അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രതിസന്ധി നേരിട്ടപ്പോൾ അവരാ ദുആ ഉപയോഗപ്പെടുത്തി. എനിക്കും എൻ്റെ റബ്ബൊരു ദുആ തന്നു. ഞാൻ എൻ്റെ ഉമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആ ദുആ ആഖിറത്തിലേക്ക് മാറ്റിവെച്ചു. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സുബ്ഹാന ജല്ല ജലാലു. ദ്വാരക്കാൻ ആവശ്യമില്ലാഞ്ഞിട്ടല്ലോ, പ്രയാസങ്ങൾ ജീവിതത്തിൽ വരാഞ്ഞിട്ടല്ലോ. നിങ്ങൾ നോക്കൂ തങ്ങളെ കുടുംബത്തെ, ഒരു ഉദാഹരണം, ഒറ്റ വിഷയം നിങ്ങൾ നോക്കൂ. തങ്ങൾക്ക് 7 മക്കളാണ്, 3 ആൺമക്കളും 4 പെൺമക്കളും അല്ലേ മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ആ 7 മക്കളെ കൂട്ടത്തിൽ തങ്ങൾ വഫാത്താകുമ്പോൾ ആകെയുള്ളത് ഫാത്തിമന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞു. ആ ഫാത്തിമ ബീവിയല്ലേ ആകെ ബാക്കിയുള്ളത്. ബാക്കി 6 മക്കളെയും ഖബറടക്കിയ ബാപ്പയല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു കുട്ടിക്ക് രോഗമാകുമ്പോഴേക്ക് നമുക്ക് എന്തൊരു വേദനയാണ്. എനിക്കൊണ്ടൊരു ചെറിയ മകൻ, 7 വയസ്സുള്ള മോന്. 2 ഒരാഴ്ച മുമ്പ് വയല് കഴിഞ്ഞിട്ട് പാതിരാക്ക് വീട്ടിലെത്തിയപ്പോൾ ഭാര്യ പറഞ്ഞു, മോന് ഭക്ഷണം കഴിക്കുമ്പോൾ, രാത്രി ചോറ് കഴിക്കുമ്പോൾ പല്ല് വേദന വന്ന് കരഞ്ഞിട്ട് പിന്നെ വേഗം വായി കഴുകി കിടന്നുറങ്ങി, ഭക്ഷണം കഴിച്ചിട്ടില്ല. കേൾക്കുമ്പോൾ മനസ്സിലെന്തോ ഒരു സങ്കടമാണ്. രാവിലെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി. നമ്മളെ മക്കൾക്കെല്ലാം അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ, അതവുള്ള മക്കളാക്കണേ അല്ലാ. ഒരു മകന്, ഒരു കുട്ടിക്ക് രോഗമായാൽ അത് വലിയ സങ്കടമല്ലേ? എന്ന ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ മക്കളെ സ്നേഹിക്കണ പോലെ സ്നേഹിച്ച ആളാണോ? അല്ല. നമ്മളെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ സ്നേഹിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സുജൂദിൽ കിടക്കുന്ന തങ്ങൾ ഒരല്പസമയം താമസിച്ചിട്ടാണ് സുജൂദിൽ എഴുന്നേൽക്കുന്നത്. സ്വഹാബികൾക്കൊരു ശങ്ക, ഒരു ആശങ്ക വന്നുപോയി. തങ്ങൾക്ക് സുജൂദിൽ വല്ലതും സംഭവിച്ചു പോയി. വല്ലാഹ് കുറെ സമയം സുജൂദിൽ. സലാം വീട്ടിയ ഉടനെ സ്വഹാബികളോട് തങ്ങൾ വിശദീകരിക്കുകയാണ്. അടുത്ത് കാണുന്ന പൊന്നുമോൻ, ഫാത്തിമ ബീവിന്റെ പൊന്നുമോൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കാണിച്ചിട്ട്, ഈ മോൻ എന്നെ വാഹനമാക്കി കളഞ്ഞു. നിസ്കരിക്കാൻ സുജൂദ് കിടക്കുമ്പോൾ മകൻ ഇങ്ങനെ വന്നിട്ട് സ്കൂട്ടർ ഓടിക്കണ പോലെ കഴുത്ത് കയറിയിരുന്നതാണ്. അത്ര നല്ല ബന്ധമാണ് ഉപ്പാപ്പയും മക്കളും തമ്മിൽ. അത്ര കാരുണ്യമുള്ള നേതാവ്. ലൈസ മിന്നാ മല്ലം യർഹം സഗീറനാ വയഅരിഫു ഹഖ്ക കബീരിനാ. ചെറിയ മക്കളെ സ്നേഹിക്കാത്തവർ, വലിയവരെ ബഹുമാനിക്കാത്തവർ നമ്മിൽപ്പെട്ടവനല്ല. കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടിക്ക് രോഗം ബാധിക്കുന്നു. പ്രായമാകുന്നതിന് മുമ്പേ 3 മക്കളും, ആൺമക്കൾ 3 ചെറുപ്പത്തിലേ മരിച്ചു പോകുന്നു. എന്തൊരു സങ്കടമാണ് നിങ്ങൾ ആലോചിക്കൂ. മനുഷ്യത്വപരമായി നിങ്ങൾ ചിന്തിക്കുക, എത്ര വലിയ ടെൻഷനാണ്, വേദനയാണ്. ആ വേദന മാത്രമല്ല, ഖുറൈശികൾ പരിഹസിക്കുന്ന മുഹമ്മദ് അബ്തറാണ്. മുഹമ്മദിന്റെ ആൺമക്കളൊക്കെ തീർന്നുപോയി, വാലറ്റ് പോയ ആളാണ് മുഹമ്മദ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചില്ലേ സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. തങ്ങളെ സമാശ്വസിപ്പിച്ചിട്ട് ഇന്ന ശാനിയക ഹുവൽ അബ്തർ എന്ന് ഖുർആൻ അവതരിപ്പിക്കാൻ കാരണമാകുന്ന ആക്ഷേപ വാക്ക് തങ്ങൾ കേട്ടില്ലേ? മനസ്സിന് വേദന വല്ലാതെ വന്നില്ലേ? കല്യാണം കഴിച്ചേക്കപ്പെട്ട 3 പെൺകുട്ടികളും സുബ്ഹാനല്ലാഹ് തുടരെയായി മരണപ്പെട്ടപ്പോൾ ഒരു ബാപ്പ എന്ന നിലക്ക് അല്ലാഹുവിന്റെ ഹബീബിന് ആഗ്രഹം. നമ്മൾ പറയില്ലേ, എൻ്റെ മക്കൾക്ക്, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മക്കളൊക്കെ ഉണ്ടാണോ നിനക്ക് ആഗ്രഹം ഉണ്ടല്ലോ? മനുഷ്യത്വപരമായ, പ്രകൃതിപരമായ ഒരു ദുആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്ങാനും ചെറിയ മക്കൾ ഇങ്ങനെ മരിച്ചു പോകുമ്പോ അല്ലാഹ് കൊടുത്ത ഓഫറാകുന്ന ദുആ ഇല്ലേ? അമ്പിയാക്കളെല്ലാവരും ഉപയോഗിച്ച ദുആ പോലെ ഒരു ദുആ, ആ ദുആ എങ്ങാനും തങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരൊറ്റ വിളി, അല്ലാഹ് എൻ്റെ മക്കൾ മരിച്ചു പോകാൻ നീ കാണുന്നില്ലേ? അല്ലാഹ് ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മക്കൾ വേണമെന്ന് എനിക്ക് ആശയുണ്ടത് കൊണ്ട് എൻ്റെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണമെന്ന് ഒറ്റ ദുആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി
വസല്ലമ തങ്ങൾ ആ ദുആ ഉപയോഗപ്പെടുത്തിയതായി നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? തങ്ങൾ സങ്കടം സഹിക്കുമ്പോഴും നമുക്ക് വേണ്ടി വേദന പിടിച്ച് കടിച്ചമർത്തിയ, നമുക്ക് വേണ്ടി ജീവിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ചോദിക്കുന്നത്, ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ആശ വെക്കണ്ടേ ചെറുപ്പക്കാരാ? ഒന്നുകൂടി ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന സൗഭാഗ്യമല്ലേ മുത്തുനബിന്റെ ഉമ്മത്താവുക എന്നത്. ആ തങ്ങളെ മനസ്സ് വേദനിപ്പിക്കുന്ന പ്രവർത്തനം നമ്മിൽ ഉണ്ടാകാമോ? വെള്ളം കുടിക്കുന്നവർ വലത് കൈ കൊണ്ട് കുടിക്കണം. അള്ളാഹു നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട, സ്വന്തത്തോടാണെന്ന് കരുതുക, വലത്തെ കൈ കൊണ്ട് കുടിക്കുക. അള്ളാഹു ജീവിതത്തിൽ ശീലമാക്കാൻ ബർക്കത്ത് ചെയ്യട്ടെ. ശൈഖുനയിൽ നിന്ന് കിട്ടിയതാണ് ഇതെല്ലാം. വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈ കൊണ്ട് കറിയെടുക്കാൻ വരെ ഉസ്താദ് പെടൂല. കൂട്ടത്തിലിരിക്കുമ്പോൾ ഇടത്തെ കൈ കൊണ്ട് പിടിച്ച് ഞാൻ ഏതെങ്കിലും കൈ കൊണ്ട് എടുക്കാന്ന് നോക്കും. അപ്പൊ അങ്ങനെ ശീലിപ്പിച്ചു. അള്ളാഹു തആല തർബിയത്ത് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു സന്തോഷമാക്കി നിലനിർത്തി തരട്ടെ. അപ്പൊ അതുകൊണ്ട് വലത്തെ കൈ കൊണ്ടേ കുടിക്കാവോ നടക്ക് ഓർമ്മപ്പെടുത്താണ്. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടും, നമുക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബത്ത് ഉള്ളവരാണ് നമ്മൾ, ഉറപ്പാണ്. പക്ഷെ ആ മഹബത്ത് പ്രകടിപ്പിക്കാൻ കിട്ടുന്ന സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ടോ? ഞാൻ ഈ അടുത്തൊരു കല്യാണത്തിന് പോയി. എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും കല്യാണത്തിന് വരണം. അപ്പൊ എനിക്ക് ആ കല്യാണത്തിന്റെ ദിവസം ദൂരെയാണ് വേദ, ഞാൻ രാവിലെ പോകും. അവർ നിങ്ങൾ രാത്രി എന്തായാലും കയറണം, രാത്രിയും വേദുണ്ട്. എന്നാ വയല് കഴിഞ്ഞ് വരുമ്പോ ഒന്ന് വർക്ക് കയറണം എന്ന് അത്ര നിർബന്ധമാണ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. വയല് കഴിഞ്ഞിട്ട് വരുമ്പോ ഏകദേശം ഒരു 10-10:30 മണിയായിട്ടുണ്ടാവും. ആ വീട്ടിലേക്ക് ഒന്ന് കയറാൻ ഭക്ഷണമൊന്നും കഴിക്കണ്ടില്ല, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എന്നാലും ഒരു സന്തോഷത്തിന് ഒന്ന് കരുതി വരക്കാന്ന് കരുതിയിട്ട് പോയതാണ്. പോകുന്ന വഴിക്ക് ആ വീട്ടിലേക്ക് നടക്കുന്നുണ്ട്. അയാളെ കുടുംബക്കാരനെനിക്ക് പരിചയമുള്ള ഒരാളാണ്, മുഖപരിചയമുള്ള ഒരാളാണ്. അയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ വരുന്നോന്ന് വെച്ചു. അയാൾ വണ്ടി കയറി. ആ വീട്ടിന്റെ അടുത്തെത്തിയപ്പോൾ സഹോദരങ്ങളെ ഇങ്ങോട്ടോക്ക്, ആ വീട്ടിന്റെ അടുത്തെത്തി നോക്കുമ്പോ എന്റെ വണ്ടിയിൽ നിന്ന് ഞാനിങ്ങനെ തുള്ളിപ്പോവാണ്. എന്തൊരു ബഹളം! എന്താണ് എന്റെ പേര്? DJ എന്നോ. ഭയങ്കരമായി മ്യൂസിക് വെച്ചിട്ട് ആ വീട്ടിലുള്ളവരോട് ഞാനിങ്ങനെ ആലോചിച്ചല്ലോ, ഈ വീട്ടിലുള്ള ആളെ ചെവിയല്ല ഏത് ഡോക്ടറെ കാണിക്കാൻ നാളെ? ഇവർക്കൊക്കെ കാത് റെഡി ഉണ്ടാവും നാളെ നേരം വെളുത്താല്. എന്തൊരു ബഹളം! വണ്ടിന്റെ ഉള്ളിലേക്ക് ഇത്രയും ശബ്ദത്തിൽ കയറണമെങ്കിൽ ആ പുറത്തുള്ള അവസ്ഥ എന്തായിരിക്കും? ഞാൻ ഈ വണ്ടി കയറിയ ആളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇറങ്ങുന്നെങ്കിൽ ഇവിടെ ഇറങ്ങാം, അല്ലെങ്കിൽ തിരിച്ച് നേരത്തെ കയറ്റിയെടുത്ത് തന്നെ ഇറക്കാം, ഞാൻ പോവുകയാണ്. ഞാൻ അവിടെ ഇറങ്ങിയില്ല, ഞാൻ തിരിച്ചു പോകുന്നു. ഞാൻ പറയുന്നത്, വെള്ളിയാഴ്ച ജുമാക്ക് മാത്രം പള്ളിയിൽ വരുന്ന ഒരു മനുഷ്യൻ ഉസ്താദെ എന്തായാലും വരണമെന്ന് നിർബന്ധിച്ച് വിളിക്കൂല. മറിച്ച് ഇടക്കിടക്കെല്ലാം പള്ളിയിൽ വരുന്ന അത്യാവശ്യം ബോധമുള്ളവന്റെ പുരക്കായി പറഞ്ഞത്. ഒരു ഉസ്താദ് വരണം ദ്വാരക്കണോന്ന് അത്യാവശ്യം ചിന്ത ഉള്ളവന്റെ പുരക്കത്തെ കഥയായി പറഞ്ഞത്. ചിലപ്പോ നിങ്ങൾ പറയും, ഉസ്താദെ അതാ പുരക്കാറ് പെങ്ങന്മാർ ആങ്ങളമാറും കൂടി തുള്ളിയതാണ് എന്ന് പറയും. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് വന്നത്? പിന്നെ എങ്ങനെയാണ് റിയലായിട്ട് പുറത്ത് കണ്ടത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പാറപ്പുറം മഹല് നല്ല സെറ്റപ്പുള്ള മഹലാണെന്ന് എനിക്കറിയാം. ഇവിടെ അങ്ങനത്തെ മുസീബത്തൊന്നും ഉണ്ടാകൂല എന്ന് ഞാൻ കരുതുകയാണ്. അള്ളാഹു നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. മുട്ടിപ്പാട്ടും കൈകൊട്ടിപ്പാട്ടും എല്ലാം അസ്തമിച്ചു പോകുന്ന ഒരു ദിവസമുണ്ടെന്ന് ചിന്തിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. ഉമ്മമാരെ, പുതിയത് പഴയ കാലം പോലെയല്ല. മുമ്പ് ഇവിടെ പാറപ്പുറത്ത് ഒരു സംഗതി, ഒരു തമ്മാടിത്തം നടന്നാൽ കാടാച്ചർക്കാരത് അറിയൂല, മാമാക്കുന്നാരത് അറിയൂല, കൂത്തുവരമ്പാർ അത് അറിയൂല. അവിടെ ഒരു സംഗതി നടന്നാൽ ഇവിടെ എത്തണമെങ്കിൽ 2 കൊല്ലം കഴിയാണ്ട് ഇവിടുത്തെ മെസ്സേജ് എത്തൂല. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഇവിടെ പ്രസംഗിക്കുന്നത് അമേരിക്കയിൽ ഇരുന്നിട്ട് കാണാനുള്ള സംവിധാനമുണ്ട്. നമ്മൾ എന്നെ പിടിച്ചിട്ട് പുറത്തു വിടുന്നുമുണ്ട്. അനർത്ഥങ്ങൾ വളരെ പെട്ടെന്ന് പ്രസരണം ചെയ്യപ്പെടുകയാണ്. അധർമ്മങ്ങൾ വളരെ വേഗത്തിൽ വികസിക്കുകയാണ്. കുറ്റങ്ങളെല്ലാം അതിവേഗത്തിൽ കൊടുങ്കാറ്റടിക്കുന്നതിനേക്കാൾ വേഗത്തിൽ പകരുകയാണ്, പരക്കുകയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമ്മുടെ മകള് 20 വയസ്സ് വരെ പൂറ്റി വളർത്തിയ പൊന്നുമകളും ആ മകളെ മറ്റൊരുത്തന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും സന്തോഷമുള്ള കല്യാണത്തിന്റെ ദിവസം, അല്ലാ, മണവാട്ടിയായി മകളെ അണിയിച്ചൊരുക്കിയിട്ട് സന്തോഷിക്കുന്ന ഉമ്മാക്ക് സന്തോഷം, ബാപ്പക്ക് സന്തോഷം, ആങ്ങളമാർക്ക് സന്തോഷം, അമ്മാവന്മാർക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷം, അയൽവാസികൾക്ക്, കൂട്ടുകാരികൾക്ക് മുഴുവനും സന്തോഷം. നീ മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങുമ്പോ മദീനത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കാണുന്നില്ലേ? അത്തങ്ങളെ കൽബ് കരഞ്ഞു പോയാലോ, അത്തങ്ങളെ മനസ്സ് പാറപ്പുറത്തുള്ള നിങ്ങളുടെ ഈ തമ്മാടിത്തം കണ്ടിട്ട് തങ്ങളെ മനസ്സൊന്ന് നൊന്തുപോയാൽ പിന്നെ ഈ കുടുംബ ജീവിതത്തിൽ എന്ത് സ്വാദാണുള്ളത്? പിന്നെ ഈ കുടുംബ ജീവിതത്തിൽ എന്തർത്ഥമാണുള്ളത്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. ഓ സഹോദരങ്ങളെ,
ചെറുപ്പക്കാരനായ നീ മണവാളനായിട്ട് പുറത്തിറങ്ങണോ മിൻ സുന്നത്തി അന്നിക്കാഹ്. തങ്ങൾ പറഞ്ഞതാണ് എന്റെ ചര്യയിൽപ്പെട്ടതാണ് വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്. ചെറുപ്പക്കാരെ തങ്ങളെ പ്രോത്സാഹിപ്പിച്ചതാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താകുന്ന നിക്കാഹിന്റെ ദിവസം തന്നെ ചെറുപ്പക്കാരാ, നീയെല്ലാം നല്ല റാഹത്തിന്റെ കൂട്ടുകാരൻ, നിന്റെ ചങ്ക് ബ്രോ, ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ, അവരെല്ലാവരും വന്നിട്ട് നിന്റെ അടുക്കൽ നിന്ന് പൊട്ടിച്ചിരിച്ചിട്ട് സന്തോഷിക്കും. ഉമ്മക്കും ബാപ്പക്കും പെങ്ങന്മാർക്കും കുടുംബത്തിനാകെ സന്തോഷം, നാട്ടുകാർക്ക് മുഴുവനും സന്തോഷം. പക്ഷേ നീ മണവാളനായി അണിഞ്ഞൊരുങ്ങിയിട്ട് പോകുമ്പോ കാണിച്ചു കൂട്ടിയ കൂത്തുകളും തെമ്മാടിത്തങ്ങളും. കണ്ണൂർ ജില്ലയിലല്ലേ പോലീസ് ലാത്തിച്ചാർജ് മണവാളന് നേരെയും വീശിയത്? കണ്ണൂർ ജില്ലയിലല്ലേ പുതിയാപ്പിളയെ ജാമ്യത്തിലിറക്കാൻ അമ്മോശങ്ക കല്യാണ ദിവസം പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വന്നത്? ഞാൻ ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെ ഈ കോപ്രാട്ടി കണ്ടിട്ട് തങ്ങളെ മനസ്സ് നൊന്തുപോയാൽ, തങ്ങളെ മനസ്സ് വേദനിച്ചു പോയാൽ പിന്നെ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നതിന്റെ അർത്ഥം എന്താ? അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. പുതിയത് വരികയാണ്. പെൺകുട്ടികളതാ നല്ല പന്തലൊക്കെ ഒരുക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റേജ് ഉണ്ടാക്കിയിട്ട് കല്യാണത്തിന് പെണ്ണുമാണെല്ലാം കൂടി ഒന്നിച്ച് നല്ല തങ്ങന്മാർ ഉസ്താദുമാരൊക്കെ വന്നിട്ട് നിക്കാഹെല്ലാം കഴിഞ്ഞ് വേണമെങ്കിൽ ബുർദയും ചൊല്ലിയിട്ട് പിരിഞ്ഞു പോയാൽ പിന്നെ സിനിമാറ്റിക് ഡാൻസ് തോന്നിവാസങ്ങളാണ്. ആണും പെണ്ണും പണ്ടുള്ളൊന്ന് തുള്ളുകയാണ്. എന്നിട്ട് അതന്നെ വീഡിയോ പിടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് സ്റ്റാറ്റസ് വെക്കുകയാണ്. ഉമ്മമാരേ, നമ്മൾ ഉഷാറാന്ന് പറയാൻ ആളുണ്ടാകും, ആണും പെണ്ണല്ല ഒരുപോലെയാണെന്ന് പറയാനും ആളുണ്ടാകും, അതൊന്നും ഒരു വിഷയമില്ല എന്ന് പറയാൻ ആളുണ്ടാകും. പക്ഷേ കൂടാതിരുട്ടാണേ ഇതിൽ, അതുകൊണ്ട് വന്നോ വരുമ്പോൾ നല്ല ലൈറ്റും കൊണ്ട്. കൂരാക്കൂരിട്ടുള്ള ഖബർ ഓർമ്മ വേണമെന്ന് മാത്രം, ഒരു പഴുതിലൂടെയും പ്രകാശമില്ലാത്ത ഒരു ലോകത്തെ കുറിച്ച് ഓർമ്മ വേണമെന്ന് നിങ്ങളോട്, എൻ്റെ നഫ്സിനോടും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് വാളേഷണില്ല അല്ലേ? എനിക്ക് സമ്പത്തുണ്ട്, പണമുണ്ട്, ഞാൻ ഉണ്ടാക്കിയ പണം മൊയ്ലാർ നിങ്ങൾക്ക് എന്താണ് എന്നാണ് മൊയ്ലാരോട് പറയുന്ന. മൊയ്ലാരെ ട്രോളിയിട്ട് ചെറുപ്പക്കാരൻ്റെ ചോദ്യം. ഇവിടെ നാട്ടിൽ നിന്ന് അങ്ങനത്തെ മക്കളുണ്ടാവില്ല, അതവുള്ള മക്കളാണ്, ഞാൻ പൊതുവേ പറഞ്ഞതാണ്. മോനെ, നീ പള്ളിക്കാട്ടിൽ വരൂ. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് പേരെഴുതി വെച്ചിട്ടുണ്ട്. ഖബറിന്റെ മേലെ ഒരുപാട് മീസാങ്കല്ലിൽ പേരെഴുതി വെച്ചിട്ടുണ്ട്. ആ പേരൊന്ന് വായിച്ചു നോക്കൂ. അവരെത്ര കീർത്തി ലഭിച്ച വീരന്മാരാ, നേരിട്ട് നിന്നവരോട് മിണ്ടാനാരാ. പാറപ്പുറത്തും പരിസരങ്ങളും ജമ്മിയായി വാണ എത്ര ആളുകളുണ്ട്, അധികാര സോപാനങ്ങൾ വിരാജിച്ച എത്ര ആളുകളുണ്ട്. അവരൊരു ഭാഗത്ത് ആരാടാന്ന് ചോദിച്ചാൽ ഞാനാന്ന് പറയാൻ ശബ്ദം ഉയരാത്ത എത്ര ആളുകളുണ്ട്. അധികാരവും സമ്പത്തും അതുപോലെ എല്ലാ അഹങ്കാരവും ഒരുമിച്ച് കൂടിയ എത്ര പറക്കുന്ന പണക്കാരാണോ അറടി മണ്ണിന്റെ ഉള്ളിൽ കിടക്കുന്നത്, നുരുമ്പി പോകുന്നത്. സുബ്ഹാനല്ലാഹ്, അവരെത്ര കീർത്തി ലഭിച്ച വീരന്മാരാ, നേരിട്ട് നിന്നവരോട് മിണ്ടാനാരാ. നേരമിണ്ടാൻ ധൈര്യം കാണിക്കാത്ത എത്ര വലിയ ജഗപോക്കിരികളാണ് ഈ പള്ളിന്റെ ഉള്ളിൽ കാട്ടിൽ കിടക്കുന്നത്. അത് ഓർമ്മ വേണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, ചെറുപ്പക്കാരോട് പണം കൊണ്ട് അഹങ്കരിക്കല്ലേ കൂട്ടുകാരാ. ഒന്നും നിലനിൽപ്പില്ലാത്ത ലോകമാണ്. അൽഹംദുലില്ലാഹ്, പള്ളി വിശാലമായ പള്ളി നമുക്കല്ല തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സമയമാണ് ആയുസാന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ. ആ ആയുസിൽ തന്നെ ഏറ്റവും സന്തോഷമുള്ളത്, ഏറ്റവും റാഹത്തുള്ള നമ്മുടെ യുവത്വമാണ്. അതുകൊണ്ട് കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് നമ്മുടെ പള്ളിയിൽ പങ്കുവിളിക്കാൻ ഉസ്താദുണ്ട്, ഇമാമത്ത് നിൽക്കാൻ ആദരണീയരായ സയ്യിദ് അവർകളുണ്ട്, ദർസ് നടത്തി തരാൻ അബ്ദുർ റഷീദ് മിസ്ബാഹി ഉസ്താദ് അടക്കം ശൈഖുനാടക്കം മഹാന്മാര് ധാരാളമുണ്ട്. നമുക്ക് പള്ളിയിലേക്കൊന്ന് വന്നാലോ, നമ്മൾ മരിച്ചിട്ട് ജീവനൊടുങ്ങിയിട്ട് നമ്മളെ കുളിപ്പിച്ച് കഫംപുട ഒരുക്കിയിട്ട് എടുത്തു കൊണ്ടുവരുന്നതിന് മുന്നേ സ്വയം ഒന്ന് നടന്ന് പള്ളിയിൽ വന്നാലോ.
എന്തിനാണ് പ്രിയപ്പെട്ടവർ ഈ പള്ളി നിർമ്മിക്കാൻ സഹായിച്ചവരില്ലേ, അവരേതോ നാട്ടിൽ നിന്ന് വന്ന് നമുക്ക് എന്തിനാണ് പള്ളി തന്നത്? അവരെ ഈമാനിന്റെ കടുപ്പമല്ലേ? അവർക്ക് ആവശ്യമുള്ള, അവരെ കുടുംബത്തിന് ആവശ്യമുള്ള, അവർക്ക് ഇനിയും ബിസിനസ് തുടങ്ങാൻ പറ്റുന്ന സമ്പത്ത് എന്തിനാണ്? ഈ പാറപ്പുറത്ത് അവർക്ക് പരിചയമുള്ള നാടാണോ? അവരെ ഉമ്മന്റെ വാപ്പന്റെ നാടാണോ? ഇതല്ല. അല്ല, അവരെന്തിനാണ് ഈ പള്ളി തന്നത്? ഇവിടെയുള്ള നമുക്ക് നിസ്കരിക്കാനല്ലേ, ഇവിടെയുള്ള നമുക്ക് പള്ളിയിലെത്താനല്ലേ. ളുഹറിനും അസ്റിനും മഗ്രിബിനും ഇശായിനും ഈ സമയത്തൊക്കെയും വെറുതെ റോഡിൽ അടഞ്ഞു നിൽക്കുകയാണോ നിങ്ങള്? പള്ളിയിൽ നിന്ന് വാക്ക് കേൾക്കുമ്പം പൊന്നുമോനെ എല്ലാ കളിയും മതിയാക്കി, എല്ലാ തമാശയും കോമഡിയും മതിയാക്കി, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നീ പള്ളിയിലേക്ക് വന്നു. നിനക്ക് കഴിയുന്ന പോലെ നിന്റെ ഉപ്പാക്ക് കഴിയണമെന്നില്ല. ശബാബക ഖബല ഹറമിക്, നിനക്ക് വാർദ്ധക്യം എത്തുന്നതിന് മുന്നേ നിന്റെ യൗവനം നീ അള്ളാഹിന്റെ ദീനിന് വേണ്ടി മാറ്റിവെച്ചു. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉപ്പാന്റെ ഫോൺ ഇങ്ങനെ ഉപ്പാക്ക് അലാറം സെറ്റ് ചെയ്ത് കൊടുത്തു. 4:30 മണിക്ക് അലാറം ഇങ്ങനെ അടിക്കണം. ഉപ്പാന്റെ ഉമ്മാന്റെ റൂമിൽ നിന്ന് അലാറം അടിച്ചിട്ട് അപ്പുറത്തെ മക്കള് കേൾക്കണം. ഉമ്മ അറിയണില്ല, ബാപ്പ അറിയുന്നില്ല. എന്താ കഥ എന്നറിയോ? 35 ഗുളിക വരെ കഴിക്കണം ബാപ്പയും ഉമ്മയും എനിക്ക് പരിചയമുണ്ട്. ഷുഗർ, പ്രഷർ, ഹാർട്ടിന്റെ കംപ്ലൈന്റ്, കിഡ്നിക്ക് തകരാറ്, എത്ര വെരിക്കോസ്, അങ്ങനെ പ്രശ്നങ്ങളായിട്ട് 33-35 ഗുളിക വരെ രാത്രി കഴിക്കണം ബാപ്പമാരും ഉമ്മമാരുണ്ട്. ചെറുപ്പക്കാരെ ആരോഗ്യമല്ല തന്നിട്ട് ഒരു ഗുളിക നിനക്ക് കഴിക്കേണ്ടതിലൊക്കെ ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, ക്ഷീണമില്ല. നീ അതെല്ലാം ഇല്ലാത്ത ചെറുപ്പക്കാരനാണ്. നിനക്ക് നേരത്തെ കിടന്നുറങ്ങിയിട്ട് പൊന്നുമോനെ സുബഹിക്കുമ്പെഴുന്നേറ്റിട്ട് വസല്ലി ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. നാളെ ഹൗലുള്ള പ്രളയമുള്ള ലോകത്ത് നിനക്ക് സമാധാനത്തോടെ സ്വർഗത്ത് പോകാം. ഒരു 2 റക്അത്ത് ജനങ്ങൾ ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കൂ. സ്വർഗമുദ്ഘാടനം ചെയ്യുന്ന സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോനെ, ആ സുബഹിയുടെ സമയത്ത് എഴുന്നേറ്റ് നീ പള്ളിയിലേക്ക് വരുമോ? നമ്മുടെ പരിസരങ്ങളിലെല്ലാം ളുഹറിന് ചിലപ്പോ എവിടെയെങ്കിലും ആയി പോയി, അസ്ർ, മഗ്രിബ്, ഇശ എന്തെങ്കിലും കാരണം പറയാം. ഞാൻ നാട്ടിലുണ്ടായിട്ടില്ല. സുബഹിക്ക് ഒരു പണിയുമില്ല, ഉറങ്ങിപ്പോയത് ഒരു ദിവസമാണ്. എല്ലാ ദിവസവും ഉറങ്ങിപ്പോകലല്ല, ഉറങ്ങിക്കളയലാണ്. ഒരു ദിവസം എല്ലാ ദിവസവും എഴുന്നേക്കണ ആളുടെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. എല്ലാ ദിവസവും ഉറങ്ങുന്നതിനെ പറ്റി ഉറങ്ങിപ്പോയി എന്നാ പറയാ? അല്ല, ഓൻ ഉറങ്ങുകയാണ്, ഓൻ എഴുന്നേൽക്കാൻ താല്പര്യമില്ല. സ്വലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാൾ ഖൈർ നിസ്കാരമാണെന്ന് പള്ളിയിലെ മുഅദ്ദിൻ വിളിച്ചു പറഞ്ഞില്ലേ? അതുകൊണ്ട് പള്ളിയിലേക്ക് വരൂ. നമുക്കിത് ചെയ്തവരോട് കടപ്പാടുണ്ട്. ഇത് തന്ന റബ്ബിനോട് നന്ദി കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ആണുങ്ങളെല്ലാം പള്ളിയിൽ വന്ന് കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കണമെന്ന് എൻ്റെ അമാറത്താകുന്ന നഫ്സിനോടും എന്നെ കേൾക്കുന്നവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഉമ്മമാരെ, നമുക്ക് വേഗത്തിൽ നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ ഹക്ക് ആദ്യം തന്നെ വീട്ടുന്നവരാകാൻ ബാങ്ക് കേട്ടാൽ ആദ്യം നിസ്കരിക്കുക. അവ്വൽ വക്തിൽ നിസ്കരിക്കുന്ന അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. നമുക്കെല്ലാം പണിയും കഴിഞ്ഞ് ലാസ്റ്റ് മഗ്‌രിബ് കൊടുക്കാനാകുമ്പോൾ അസ്ർ നിസ്കരിക്കണേനേക്കാൾ അസ്ർ ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിന് എന്തൊരു താല്പര്യമാണ്. അവൻ എൻ്റെ വിളിക്കുത്തരം നൽകിയ അടിമയാണെന്ന് അള്ളാഹു തആല കരുതി നമുക്ക് അള്ളാഹു പ്രതിഫലം വർദ്ധിപ്പിക്കും. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട്, എന്നെ കേൾക്കുന്ന ഉമ്മമാരോട്, ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച്, തങ്ങളെ ഇഷ്ടപ്പെട്ട്, തങ്ങളെ പ്രിയം വെച്ച്, തങ്ങളുടെ പൊരുത്തത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആ തങ്ങളെ കാണാൻ ആശ വെച്ചിട്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. ആ തങ്ങളെ കാണാൻ ആശ വെച്ചിട്ട് കിടക്കാൻ പോകുന്ന സമയത്ത് ഒരല്പസമയം സ്വലാത്ത് ചൊല്ലണേ ചെറുപ്പക്കാരെ, സ്വലാത്ത് ചൊല്ലണേ ഉമ്മമാരെ. എന്തിനാണ് സ്വലാത്ത്? മുത്തുനബി ഒന്ന് കാണണം സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. ഒരു ദിവസം സ്വലാത്ത് ചൊല്ലി തങ്ങളെ കണ്ടില്ല, 2 ദിവസം, 3 ദിവസം, 4 ദിവസം, മാസം, 1, 2 വർഷം അങ്ങനെ കഴിഞ്ഞു. പക്ഷെ തങ്ങൾ വരുന്നില്ല. കുറേ സ്വലാത്ത് ചൊല്ലി 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 ഖൽബി ഇങ്ങനെ ശുദ്ധിയാകാണ്, തങ്ങളെ കാണുന്നില്ല. മദീനത്തുൽ മുനവ്വറയിൽ ഹുജറത്തു ശരീഫയിൽ ക്ഷീണമില്ലാതെ വിശ്രമിക്കുന്ന സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബിൽ ഒരു തോന്നലല്ലാ. പാറപ്പുറത്ത് ഒരു സൈനബ, ഒരു അബ്ദുൽ ഖാദിർ, അതാ എന്നെ മഹബത്ത് വെച്ചിട്ട് എന്നെ കാണാൻ ആശ വെച്ച് സ്വലാത്ത് ചൊല്ലും. ജീവിതത്തിൽ ഒരുപാട് സിനിമകൾ കണ്ടു, സീരിയൽ കണ്ടു, പാട്ട് കേട്ട് ഒരുപാട്
അബദ്ധസഞ്ചാരിയായി ജീവിച്ച് തെമ്മാടിയായി ഹറാമ് കണ്ട് കേട്ട് ജീവിച്ചാണും പെണ്ണുമായിരുന്നു. പള്ളി ഉദ്ഘാടനത്തിന്റെ സമയത്ത് ഏതോ ഒരു ഫഖീർ വന്ന് സംസാരിച്ചപ്പോൾ കൽബ് കൊണ്ട് കേട്ടു. എന്നെ കാണാൻ വേണ്ടി കൽബിലാശ വെച്ചന്നു മുതൽ സ്വലാത്തു ചൊല്ലി. ഞാൻ പോകാതിരുന്നിട്ടും സ്വലാത്ത് മുടക്കാതെ പിന്നെയും എല്ലാ രാത്രികളിലും അവിടുത്തെ സ്വലാത്ത് ഇങ്ങോട്ടെത്തി. അന്ന് ആ സ്വലാത്ത് ചൊല്ലി തുടങ്ങുമ്പോൾ ഹറാമ് കാണാറും കേൾക്കാറുമുണ്ട്. എന്നെ കാണാനുള്ള നിയത്തോടെ ഹറാമുകൾ നിന്നൊക്കെ പൂർണ്ണമായി ഒഴിവായി, മോശമായ സംസാരങ്ങളെല്ലാം ഒഴിവാക്കി നല്ല റാഹത്തിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ നല്ല റാഹത്തിൽ ജീവിക്കുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിനെ ഇനിയും നോക്കാതിരിക്കുന്നത് മോശല്ലേ? അല്ലാഹു മുത്തായ തങ്ങൾ ക്ഷണിച്ചാൽ സ്വീകരിക്കണമെന്ന് ആതിഥ്യ മര്യാദയും അതുപോലെ ആതിഥേയന്റെ മര്യാദയും ഒക്കെ പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ നമ്മുടെ കൽബിൽ ഒരു സമാധാനം തരാൻ വേണ്ടി ഞാനൊന്ന് പോയി നോക്കിയാൽ എന്താ, ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ സ്വപ്നത്തിൽ വരുന്നത് വരെ ഈ പാറപ്പുറം മഹാമിൽ വിശ്രമിക്കുന്ന മഹാന്മാരുടെ ചാരത്ത് നിന്ന് ഉറങ്ങുന്നതിന് മുമ്പ് സ്വലാത്തു ചൊല്ലുമെന്ന് പ്രതിജ്ഞയെടുക്കണേ ചെറുപ്പക്കാരേ. സ്വലാത്തു ചൊല്ലുമെന്ന് പ്രതിജ്ഞയെടുക്കണേ രക്ഷിതാക്കളെ. സ്വലാത്തു ചൊല്ലി തന്നെ ഉറങ്ങുമെന്ന് പ്രതിജ്ഞയെടുക്കണേ ഉമ്മമാരേ. ഉറങ്ങുന്ന സമയത്ത് മൊബൈല് കണ്ട് ഇയർഫോൺ കുത്തി ബ്ലാക്കറ്റും പൊതി AC ഇട്ടാൽ ദുന്യാവിൽ വേറെ ആളും കാണൂല. കട്ടുമ്മ കിടക്കണോ പോലെ എന്തായി കാണുന്നതെന്ന് കാണൂല. പക്ഷെ ബഹുവ മഴക്കും മൈനമാക്കും. ബ്ലാങ്കറ്റിന്റെ ഉള്ളിലായാലും ഖബറിന്റെ ഉള്ളിലായാലും നീ എവിടെയാണെങ്കിലും അള്ളാഹു കൂടെ ഉണ്ടെന്നത് മറക്കണ്ട. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ ലക്ഷ്യമാക്കി ഏറ്റവും വലിയ ലക്ഷ്യം അള്ളാഹുവല്ലേ. വൽ മുഅ്മിനൂന അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരായി നല്ല ഈമാനോടെ ജീവിക്കണമെന്ന് എൻ്റെ അമാറത്താകുന്ന നഫ്സിനോടും എന്നെ കേൾക്കുന്നവരോടും ഏറ്റവും നല്ല ഓഫറുള്ള പരിശുദ്ധമായ ശഅബാൻ, റജബ് കഴിഞ്ഞു ശഅബാൻ കണ്ണ് ചിമ്മാൻ പോകുന്നു. ബറാത്ത് കഴിഞ്ഞാൽ റമദാനിന്റെ മണമാണ്. ഓരോ ദിവസവും റമദാൻ ഇങ്ങനെ മണക്കുകയാണ്. ആ റമദാനിലേക്ക് സന്തോഷത്തോടെ എത്തണം. നമ്മുടെ ജീവിതത്തിൽ അവസാന റജബും ശഅബാനും റമദാനുമായി മാറാതിരിക്കണം. അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ അഫിയത്തുള്ള ദീർഘായുസ് കിട്ടണം. അള്ളാഹുവേ, ഞങ്ങളെ സനദിലുള്ള ഉസ്താദുമാരുടെ മശായിഖുമാരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇജാബത്ത് നൽകണം റഹ്മാനേ. മഹാന്മാരെ സ്നേഹിക്കാൻ ഭാഗ്യം നൽകണം റഹ്മാനേ. ഈ നാട്ടുകാര് വലിയ ഭാഗ്യമുള്ളവരാണ്. അവർക്കൊരു പ്രയാസം നേരിട്ടാൽ ഓടി വരാൻ നമ്മുടെ മഖാമിൽ മഹാന്മാര് കാത്തു നിൽക്കുന്നുണ്ട്. അവരെ തവസ്സുലാക്കി ദുആ ചെയ്യുമ്പോൾ നമുക്ക് ഇജാബത്തുണ്ട്. നമ്മുടെ നാട്ടുകാര് വരുന്നില്ലെങ്കിൽ പുറത്തുള്ള ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ളതിനെ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ധാരാളം ആളുകൾ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈർ. എല്ലാവരും എഴുന്നേൽക്ക്. ലാ ഇലാഹ സൗണ്ട് ഒന്ന് കൂട്ടിയ സൗണ്ട്. ലാ ഇലാഹ അല്ലാഹു ഉറക്കച്ചൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്ന് ദ്വാരക്കാണ്. ദൂരെയുള്ള ആളുകളൊക്കെ സദസ്സിലേക്ക് വന്ന ഒരു സന്തോഷമായി. അഹ്മദുല്ലാഹൽ വലി സ്വല്ല അലാ ഖൈരിൻ നബി ബിസ്മി ഖൈരി മുൻജലിയ سيدي خير النبي توبة طلبت منك يا شفيع المذنبين توبي طاهر عن سواك سيدي خير النبي جل لا إله إلا الله. അള്ളാഹു സ്വീകരിക്കട്ടെ. മുത്തുനബിയിലേക്ക് നല്ല ഹദിയാക്കട്ടെ. ഇരിക്കെ നമുക്ക് കവർ തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. നല്ല സാമ്പത്തിക സഹായം നിക്ഷേപിച്ച് കവർ ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് തിരിച്ചേൽപ്പിക്കണം. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ.
ആ ഖബറിൽ പൈസ ഇടുന്നതിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഖബർ ജീവിതം സന്തോഷമാക്കി തരട്ടെ. നമുക്ക് അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ.